നാളത്തേക്ക് ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇഡലിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് ലുലുന്ന്. അപ്പൊ ഇഡലിപ്പൊടിയും കുറച്ച് ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വെക്കാണ് കേട്ടോ. അപ്പൊ തലേ ദിവസം തന്നെ ഇതേപോലെ അരച്ച് വെക്കണം. അതിൽ ഉപ്പിട്ട് വെച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചു നാളെ എടുക്കുമ്പോൾ ഉപ്പിടാമെന്ന്. സാമ്പാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. സാമ്പാറിന് പതിവ് പോലെ തന്നെ പരിപ്പ് മറന്നു, പരിപ്പ് വാങ്ങാനായിട്ട് മറന്നു, പരിപ്പില്ല. അപ്പൊ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കുവാണ്. കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് വിസിലടിക്കാൻ വെക്കുവാണ്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് ഒരു വിസിൽ വരുന്നവരെ, അല്ലെ ഒന്നോ രണ്ടോ വിസിൽ വരുന്നവരെ വെക്കുക. അപ്പൊ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇന്ന് ചപ്പാത്തിയും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചു രാത്രി ഡിന്നറായിട്ട്. അപ്പൊ അത് ഉണ്ടാക്കുകയാണ്. അപ്പൊ ചപ്പാത്തിക്ക് ഞാൻ ആട്ടപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് അത്യാവശ്യം ഒന്നായി വന്നപ്പോഴേക്കും നെയ്യും കൂടെ ഇട്ടിട്ട്, ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മയപ്പെടുത്തി എടുത്തു. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. ആ ഒരു ടൈമിൽ നമുക്ക് പുളി ഉണ്ടല്ലോ, പുളി ജസ്റ്റ് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് അതും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ വിസിൽ വന്നത് ഓപ്പൺ ഒക്കെ ചെയ്തു കേട്ടോ. അതിന്റെ പ്രഷറൊക്കെ പോയല്ലോ. നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ, കസൂരിമെത്തി, വലിയ ജീരകം ഇതെല്ലാം നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വേണം നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കും ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി കഷ്ണങ്ങളൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തൊലി കളഞ്ഞ് കഴുകി വെണ്ടയ്ക്കയുടെ കൂടെ വെണ്ടയ്ക്ക് കഷ്ണങ്ങളാക്കിയതുണ്ടല്ലോ, അത് രണ്ടും കൂടെ നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമ്മൾ റോൾ ചെയ്ത് മാറ്റി വെച്ച ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഒരടുപ്പിൽ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം, ഒരടുപ്പിൽ സാമ്പാറും ആവുമല്ലോ. അപ്പോൾ നമുക്ക് ടൈമും ലാഭിക്കാമല്ലോ. അപ്പോൾ ഞാൻ ചപ്പാത്തി നന്നായിട്ട് പരത്തി എടുത്ത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒരെണ്ണം എന്ത് വരുമ്പോഴേക്കും നമുക്ക് സാമ്പാറിന്റെ പരിപാടി നോക്കാം. അപ്പോഴേക്കും അവിടെ വെണ്ടയ്ക്കും ചെറുള്ളിയും കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് മുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അടുത്ത ചപ്പാത്തി ഇട്ടു. പിന്നെ നമുക്ക് ഇതാ സാമ്പാർ പൊടി ഒരു 3 സ്പൂൺ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ച് പുളിവെള്ളം ഉണ്ടല്ലോ, പുളിവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് കായം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അത് മൂത്ത് വന്നപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതും കൂടെ കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കടലപ്പൊടി വെള്ളത്തിൽ കുറുക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നന്നായിട്ട് നല്ല കുറുകിയ സാമ്പാർ കിട്ടും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ വിശേഷങ്ങൾ. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്യാം. ലാസ്റ്റ് മല്ലിയിലയുടെ മറന്നു പോകരുത് കേട്ടോ.